പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾ ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ജഡത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും, നമുക്കിത് മതിയെന്ന് തോന്നും, നമ്മൾ അപ്പം തന്നെ ഇട്ടുകളയും. അതേസമയം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ ആത്മാവിൽ കേൾക്കുന്ന വചനത്തെ, അതിൻ്റെ പൊരുളുകളെ ഗ്രഹിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവാത്മാവാണ് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, എന്താ ഞങ്ങളിൽ പരിശുദ്ധാത്മാവില്ലേ എന്ന്. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മമണ്ഡലത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമാണ്. പക്ഷേ നമ്മളുടെ പുറത്തെ മനുഷ്യനുണ്ട്, നമ്മുടെ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ പുറത്തെ മനുഷ്യൻ. ഈ മനുഷ്യനെ ദൈവാത്മാവ് നിയന്ത്രിക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിന് നമ്മളെ തന്നെ മനഃപൂർവ്വമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഓരോ കൂട്ടായ്മയിലും ഇരിക്കുമ്പോഴും വചനം വായിക്കാനാണെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തീകരിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമ്മൾ സമർപ്പണത്തോടെ നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുറത്തെ മനുഷ്യനെയും കൂടി പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ ഇടയാകും. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ കൂടി നിയന്ത്രിക്കാൻ ഇടയാകുമ്പോഴാണ് നമുക്ക് കേൾക്കുന്ന വചനത്തിൻ്റെ കൂടുതലായിട്ട് നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം ബുദ്ധിമണ്ഡലം കൊണ്ട് നമ്മൾ ഈ വചനത്തെ നമ്മൾ ഏറ്റെടുക്കും. ബുദ്ധിമണ്ഡലം കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ അക്ഷരം ആയി നമ്മുടെ ജീവിതത്തിൽ വരും. അക്ഷരം കൊല്ലും, അതായത് അറിവായി നമ്മുടെ ജീവിതത്തിൽ വരും. ആത്മാവ് ജീവിപ്പിക്കും. ആത്മാവിലാണ് നമ്മൾ വചനം ഗ്രഹിക്കുന്നതെങ്കിൽ, ഏറ്റെടുക്കുന്നതെങ്കിൽ അതിൽ ജീവനുണ്ടാകും. ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടും, വിടുതലുണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തെ മനുഷ്യനും കൂടി നിയന്ത്രിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നറിയണമേ എന്നുള്ള ആ ഒരു സമർപ്പണവും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എപ്പോഴും നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ വചന ശുശ്രൂഷകളിലും ആരാധനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും വചനം വായനയിലും എല്ലാം നമ്മൾ കയറുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മളെ ലീഡ് ചെയ്യുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ വന്നറിയണമേ, എന്നെ ശക്തീകരിക്കണമേ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് പൂർണ്ണമായിട്ടും നമ്മൾ വായിക്കുന്ന വചനത്തെ നമുക്ക് അതിൻ്റെ യഥാർത്ഥമായ ദൈവം ആഗ്രഹിക്കുന്ന വെളിപ്പാടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നത് ആ ഒരു നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. അതാണ് യേശു പറഞ്ഞത്, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യില്ല. നമുക്ക് ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതിനെപ്പോഴും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.